വിജയവേദി പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകരെ വലിയ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങാൻ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിലെ അലോന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രൊപ്രൈറ്ററായ മിസ്റ്റർ സാജി ജോസഫിനെയാണ് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാം, ഈ അലോന ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെ പരിപാടികളാണ്. എനിക്കറിയാം, ഞാൻ നേരത്തെ ബിസിനസ് കാർഡ് കണ്ടതുകൊണ്ട് എന്തായാലും അദ്ദേഹം പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ബിഫോർ ദാറ്റ് ലെറ്റ് മീ വെൽക്കം ഹിം ഫോർ ദിസ് പ്രോഗ്രാം. ഹലോ സർ. കേരളത്തിൽ എവിടെയാണ് സ്വന്തം സ്ഥലം? കണ്ണൂർ. കണ്ണൂർ ടു കർണാടകയിലേക്കുള്ള ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? വളരെ പഴയതാണ്. ഞാനിവിടെ വന്നിട്ട് 21 വർഷമായി. PUC കഴിഞ്ഞതിന് ശേഷം ടൈപ്പ് ഷോട്ടുകാരനും പഠിച്ച് കേരളത്തിൽ, അതിനുശേഷം ഒരു ഓഫീസ് വർക്കിന് വേണ്ടി ബാംഗ്ലൂർ വന്നതാണ്. അതെ, എന്തെങ്കിലും ഓഫീസ് വർക്കാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഒരിക്കലും പഠിച്ച പ്രൊഫഷനിൽ ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ വന്ന പ്രൊഫഷൻ ഇന്റീരിയർ ഡെക്കറേഷൻ എന്നുള്ള ഒരു പ്രൊഫഷനിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അത് പഠിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും. അത് ഞാൻ അത്രയും നീട്ടി പറയുന്നില്ല. ഈവൻ ഡെയിലി വേജസിന് ജോലി വരെ ചെയ്തിട്ടാണ് ഞാൻ ഈ നിലയിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നത് ഒരു ജീവിത വിജയം എന്നതിനേക്കാൾ ഉപരി എൻ്റെ സഹോദരങ്ങൾ. കാരണം എൻ്റെ അമ്മ എനിക്കൊരു 18 വയസ്സുള്ളപ്പോൾ തന്നെ മരിച്ചു പോയതാണ്. 19 വയസ്സിൽ ഞാൻ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് വരുന്നു. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ചെറുതല്ല, വലുത് തന്നെയാണ്. 9 സഹോദരങ്ങളിൽ ഒരാളാണ് ഞാൻ. അതിൽ എത്രാമത്തെ ആളാണ്? ഞാൻ ആണുങ്ങളെ രണ്ടാമത്തതും ടോട്ടൽ 3ാമത്തെ ആളാണ്. ഞാൻ മൂത്ത പെണ്ണാണ്, മൂത്ത ചേച്ചി, പിന്നെ ചേട്ടൻ, 3ാമത്തെ ആള് ഞാൻ. റെസ്പോൺസിബിലിറ്റി കുറച്ച് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനായിട്ട് ആദ്യം ബാംഗ്ലൂർ വന്നത്. ഞങ്ങൾ 9 പേരിലെ 3ാമത്തെ ആളായി ഞാനാണ് ആദ്യം ബാംഗ്ലൂർ വരുന്നതും. എനിക്ക് ജോലി കിട്ടിയതുമാണ് ഓഫീസിൽ. പക്ഷേ എനിക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ കാലത്ത് 400 രൂപയായിരുന്നു മാസ ശമ്പളം. 400 രൂപ കൊണ്ട് എനിക്ക് എൻ്റെ അന്നത്തെ കാര്യങ്ങൾ തീർന്നു പോകുന്നല്ലാതെ എൻ്റെ കുടുംബം രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എൻ്റെ വ്യൂ കുറച്ചുകൂടെ മുമ്പോട്ടായിരുന്നു. കുടുംബത്തെ കരകയറ്റുക എന്നുള്ള, അന്നത്തെ ഭക്ഷണത്തിലുള്ള ആയാലും എല്ലാവരെയും രക്ഷിക്കുക എന്നുള്ളൊരു നിലയിലേക്ക് ആയിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പെയിൻറ്റ് പണിക്ക് പോലും പോയിട്ടുണ്ട്. ഇവിടെ പെയിൻറ്റ് പണിക്ക് പോയിട്ടുണ്ട്, ഇലക്ട്രിക്കൽ വർക്കിന് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു 2 വർഷം ഞാനിവിടെ ജോലി ചെയ്തതിന് ശേഷം ഒരു തീരുമാനം, എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് കരകയറാൻ പറ്റില്ല എന്ന് തോന്നിയപ്പം എനിക്ക് ഗൾഫിലേക്ക് പോകാനൊരു ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ ഗൾഫിലേക്ക് പോയി. എൻ്റെ 4 വർഷം ഞാൻ വേസ്റ്റ് ചെയ്ത സ്ഥലമാണ് സൗദി അറേബ്യ. 4 വർഷം വേസ്റ്റ് ആയിരുന്നു. കാരണം വെച്ചാൽ ശമ്പളം കിട്ടിയെന്ന് ചോദിച്ചാൽ കിട്ടി, പക്ഷേ രക്ഷപ്പെടാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം ഗൾഫ്, ഞാൻ പറയാമല്ലോ, ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ബാംഗ്ലൂർ. ഇന്ത്യയിൽ എവിടെ ജോലി ചെയ്യാനും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഗൾഫിലെ കേൾക്കുന്ന മലയാളികളുണ്ട്, എല്ലാവരോടും ഒരു ഉപദേശം കൂടെ പറയാണ്. നമ്മൾ ഒരുപാട് കഴിവുള്ളവരാണ് മലയാളികൾ. ആ കഴിവുകൾ നമ്മൾ ദൂർത്തടിക്കുകയാണ് ഗൾഫിൽ പോയിട്ട്. കാരണം അത് ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞാൽ പോലും തീരാത്ത കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം, അവൻ ഇതുണ്ട്, എത്രയോ പേര് ഗൾഫിൽ പോയി പണം ഉണ്ടാക്കിയിട്ട് വന്ന് കേരളത്തെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഗൾഫുകാരെ കുറ്റം പറയുന്നത്. അതിനേക്കാൾ ഉപരി നമ്മൾ 3 മണിക്കൂർ ജോലി ചെയ്യാൻ വിഷമം കാണിക്കുന്ന കേരളത്തിൽ നിന്ന് ഗൾഫിൽ പോയിട്ട് 12-13 മണിക്കൂർ വരെ ജോലി ചെയ്തിട്ട് കൂലി കിട്ടാത്ത എത്രയോ ആൾക്കാർ എനിക്കറിയാം. ഈവൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എത്രയോ ദിവസങ്ങൾ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ മലയാളി കൂട്ടായ്മയായ പല ആൾക്കാരും ഇവരെ സഹായിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇവിടുന്ന് കയറി പോകുന്ന 90% ആൾക്കാർക്കും വിജയിക്കാൻ പറ്റുന്നില്ല ഗൾഫിൽ. അതേസമയം 10% ആൾക്കാർ വിജയിക്കുന്നുണ്ട്. അവരുടെ വിജയഗാഥ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. ആ 90% ആൾക്കാർ ഒന്നുമില്ലാതെയും അല്ലെങ്കിൽ കുടുംബത്തിൽ ബുദ്ധിമുട്ടി തിരിച്ചു വരുന്നുണ്ട്. ഇവൻ ഞാൻ തിരിച്ചു വന്നത് 97-ൽ ബാംഗ്ലൂർക്ക് തിരിച്ച്, 94-ൽ ഇവിടുന്ന് പോകുന്നു, 97-ൽ തിരിച്ചു വരുന്നു. ഈ പറഞ്ഞതിന്റെ ഇടയിൽ ഞാൻ തന്നെ, നിങ്ങൾ പറഞ്ഞല്ലോ ഗൾഫിലിരിക്കുന്ന ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ട്, 90%. അവര് ആ ബുദ്ധിമുട്ടി ആ പൈസ ഉണ്ടാക്കുന്നതാണ് നാട്ടിലുള്ളവർ അതിനെ ദൂർത്തടിച്ച് കളയുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഞാൻ എപ്പോഴും പറയും, എനിക്കറിയാവുന്ന എല്ലാവരോടും പറയുന്നൊരു കാര്യം, നമ്മൾ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടെങ്കിൽ പറ്റിക്കാൻ പാടില്ല ലോകത്താരെ. ഗൾഫുകാരനെ പരിചയം ജന്മത്തിൽ രക്ഷപ്പെടലാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഓരോ റിയാലും അല്ലെങ്കിൽ ഓരോ ദീർഘവും നമ്മുടെ കുടുംബത്തിനെയാണ് അത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ദീർഘം. അത് നമ്മൾ അതിനെ പറ്റിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഏറ്റവും കൂടുതൽ ഗൾഫുകാരെ പറ്റിക്കുന്നതാണ് നമ്മുടെ നാട്ടിലുള്ള കൂടുതൽ ആൾക്കാർ. ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ പച്ചക്കുള്ള ആ ജീവിതം നമ്മൾ കണ്ടുപഠിച്ചു. ഞാൻ ബത്ത എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഈ സൗദി അറേബ്യയിൽ. അവിടെ നമ്മൾ വെള്ളിയാഴ്ചകളിൽ അന്ന് എല്ലാ മലയാളി ദിവസവും കൂടുന്ന ഒരു സ്ഥലമുണ്ട്.
അവിടെ ഓരോ ഗല്ലികളാണ്, കണ്ണൂർ ഗല്ലി. ഈവൻ ഞങ്ങളുടെ കണ്ണൂർ ഗല്ലിയിൽ ഞങ്ങൾക്ക് ചെറുപുഴ ഗല്ലി തന്നെയുണ്ട്. ചെറുപുഴ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം അവിടെ കൂടുന്നത്. അപ്പോൾ ഒരു ശരിക്കും മഹാസമുദ്രമാണ് മലയാളീസിന് അവിടെ ചെല്ലുമ്പോൾ. നമുക്കൊരു മണിക്കൂർ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തന്നു. കാരണം അത്ര ആൾക്കാർ ഒന്ന് കരയും. എൻ്റെ സാറേ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം. ആ സമയത്ത് ഈ സൗദികൾ അവരോട് എന്നാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്ക് ഞാൻ ജോലി തരുന്നില്ലേ, ഭക്ഷണം തരുന്നില്ലേ, നിനക്ക് എന്നാ കാശ് തരുന്നത് ചോദിക്കുന്ന സൗദികളുണ്ട്, എനിക്കറിയാവുന്ന ആൾക്കാർ.